രണ്ടാം വട്ടം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റതിനു ശേഷം മറ്റു പല രാജ്യങ്ങൾക്കും കടുത്ത നടപടികളും അല്ലെങ്കിൽ അവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ളൊരു ട്രംപിന് ഒരു വെല്ലുവിളി തരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ അടിക്കടി നോക്കുകയാണെങ്കിൽ നമ്മൾ വാർത്തകൾ ചെയ്തതായിരുന്നു അവിടുത്തെ ചുഴലിക്കാറ്റായാലും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ താരിഫ് വർധനവും എല്ലാം നമ്മൾ കുറച്ച് ഈ ട്രംപ് രണ്ടാം ഭരണത്തിന് വന്നതിന് ശേഷം നമ്മൾ ന്യൂസ് കേൾക്കുന്നുണ്ട്, എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. പല നികുതി വർധനമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇതുപോലെ താരിഫ് നയങ്ങളും ഒക്കെ നൽകിയതിനു ശേഷം ഇപ്പോൾ ട്രംപിന് വെല്ലുവിളിയായിരിക്കുന്നത് ഒരു മുട്ടയാണ്. അതായത് അമേരിക്കയിൽ ഇപ്പോൾ മുട്ടയ്ക്ക് വില വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയുള്ളവർക്ക് കഴിക്കാൻ മുട്ട ലഭിക്കാത്തൊരു സാഹചര്യം. പുറം രാജ്യങ്ങളിൽ പോയിട്ട് അവർക്ക് മുട്ടയ്ക്കായിട്ട് കയറ്റുമതിക്കായാലും അല്ലെങ്കിൽ അവരുടെ സഹായമാണ് ട്രംപ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. പക്ഷെ പല രാജ്യങ്ങളും ആ ഒരു അഭ്യർത്ഥനയെ മാനിക്കാതെ അല്ലെങ്കിൽ അത് വിസമ്മതിക്കുന്ന ഒരു കാര്യവും നമ്മൾ കാണുകയുണ്ടായി. എന്തായിരിക്കും ഈ മുട്ടയ്ക്ക് ഇവിടെ ഒരു ഡിമാൻഡ് കൂടിയത് എന്തുകൊണ്ടായിരിക്കും? ഇവിടുത്തെ ഒരു കൗതുകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുട്ടയ്ക്ക് വില കൂടിയപ്പോൾ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ കോഴികളെ വാടകയ്ക്ക് എടുത്ത് വളർത്തുക എന്നുള്ളൊരു അത്തരത്തിലുള്ളൊരു സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. കാര്യം ആ ഒരു വിലവർധനവിനെ അവർക്ക് ലാഭിക്കാനുള്ളൊരു മാർഗമായിട്ട് അവർ കണ്ടതാണത്. ഈ മുട്ടയ്ക്ക് വില കൂടാനൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ അവിടെ പക്ഷിപ്പനി വന്നു. അപ്പൊ പക്ഷിപ്പനി വന്ന സമയത്ത് ഒരു കോഴീനെ മാത്രമല്ല ആ ഒരു ഫാമിലുള്ള എല്ലാവരെയും കൊല്ലേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും അതായത് മുട്ടയിടുന്ന കോഴികളെ എല്ലാം തന്നെ കൊല്ലേണ്ടി വന്നു. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് മുട്ട കിട്ടാത്തൊരു അവസ്ഥ വരികയും അവിടെ ഉള്ളവർക്ക് മുട്ട കിട്ടാത്ത സാഹചര്യം വരികയും അങ്ങനെ ഉള്ള കടകളിലെല്ലാം വൻ ഡിമാൻഡ് വരികയും അവിടെ ഉള്ള ചില കടകളിലെല്ലാം സർചാർജ് മുട്ടയ്ക്ക് സർചാർജ് കൊടുക്കുന്ന ഒരു അവസ്ഥ വരികയുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വൻ വർധനവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അതിപ്പം അമേരിക്കയിലെന്നല്ല നമ്മുടെ കേരളത്തിലാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ പുട്ടും മുട്ടയും അല്ലെങ്കിൽ ഇടിയപ്പം മുട്ട അങ്ങനത്തെ ആ ഒരു പ്രഭാത ഭക്ഷണം തന്നെ മുട്ടയിൽ തുടങ്ങുന്നവരാണ്. അല്ലെങ്കിൽ മുട്ട വെറുതെ പുഴുങ്ങി കഴിക്കുന്നവരുമുണ്ട്. അപ്പം മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാ ദിവസവും മുട്ട എന്നുള്ളത്. അപ്പം ചിലവരിപ്പം ഇപ്പം ചിക്കനും മീനും ഒന്നും കഴിക്കാത്തവർ പോലും മുട്ട കഴിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ മുട്ട മാത്രം കൊണ്ട് ചോറുണ്ടെന്നവരുമുണ്ട്. അപ്പം അങ്ങനെ നമുക്കറിയാം ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളവർ പ്രത്യേകിച്ചും മലയാളികളാണ് കൂടുതലും അമേരിക്കയിലും കാനഡയിലും ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരിവിടെ ഫോളോ ചെയ്തേക്കുന്ന ആഹാര രീതി തന്നെയായിരിക്കും അവിടെയും ചിലപ്പോൾ കൊണ്ടുപോവുക. അതുമല്ല ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ഇപ്പൊ പുറം രാജ്യങ്ങളിൽ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരും ഇവിടെ എന്താണോ കഴിച്ചിട്ടുള്ളത് സെയിം സാധനം അല്ലെങ്കിൽ ആ ഒരു രീതിയിലെ ഫുഡ് തന്നെയാണ് അവിടെയും അവർ ഉണ്ടാക്കാറുള്ളത്. പിന്നെ കാലാവസ്ഥയുടെ കാലാവസ്ഥ അതൊക്കെ വെച്ച് ആഹാരത്തിൽ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ ഇവർ മേടിക്കുമ്പോഴാണെങ്കിൽ ഒരു ട്രേയും 2 ട്രേയൊക്കെ ഒരുമിച്ച് ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ഒരു രീതിയാണ് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ അത്തരത്തിൽ മുട്ടയ്ക്ക് വൻ ചെലവ് നടക്കുന്ന ഒരു സമയത്താണ് മുട്ടയ്ക്ക് ഇത്രയും പൈസ കൂടുന്നത്. അതും പക്ഷിപ്പനി വന്നതിൻ്റെ ആ ഒരു പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആരും കഴിക്കില്ല. അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടിയാണെങ്കിലും പക്ഷികളെ എല്ലാം തന്നെ കൊല്ലും. കൂട്ടത്തോടെ ഇട്ട് കത്തിക്കുന്ന സാഹചര്യം വരെ ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെയായിരിക്കും ഈ വിദേശത്തും പക്ഷിപ്പനി വന്ന് ഈ പറഞ്ഞ എല്ലാത്തിനെയും നശിപ്പിച്ചു, കോഴികളെ മുഴുവനും കൊന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോഴാണ് ഇത്തരത്തിൽ മുട്ടയ്ക്ക് വലിയ വർധനവ് ഉണ്ടായതും വിലക്കയറ്റം ഉണ്ടായതും. ആ വിലക്കയറ്റത്തെ തുടർന്ന് ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ട്. പൊതുവെ ട്രംപ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് പറയാം അല്ലേ. അമേരിക്ക ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കൊടുങ്കാറ്റിലായാലും അല്ലാതെ ആ ഒരു മറ്റു കാര്യങ്ങളിലായാലും പ്രകൃതി ദുരന്തങ്ങളിലായാലും എല്ലാം വളരെയധികം തളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. ഇപ്പൊ മുട്ടയ്ക്ക് വിലക്കയറ്റം വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആടി ഉലഞ്ഞിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം. അതിനകത്ത് ആൾക്കാർ കളിയാക്കിക്കൊണ്ടാണെങ്കിലും പറയുന്നുണ്ട് ട്രംപിൻ്റെ ചില പ്രവർത്തികൾ കൊണ്ടാണ് പ്രകൃതി പോലും തിരിഞ്ഞതെന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ട് കാര്യം ട്രംപിനെതിരെ. അതാണ് ഇപ്പോൾ ചുഴലിക്കാറ്റായിട്ടാണേലും നേരത്തെ കൊടുങ്കാറ്റായിട്ടാണേലും ഒക്കെ അറിയാം. നമ്മൾ കൊടുങ്കാറ്റ് വന്ന ലോസ് ആഞ്ചലസിലെ ഒരുപാട് കത്തി നശിച്ചു. ഇപ്പം തീരും എന്നുള്ള രീതിക്ക് ഇരുന്നിട്ടും ഒരു ഫലം ഉണ്ടായില്ല. എല്ലാ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഭാഗങ്ങൾ കത്തി നശിച്ചു. ഇപ്പോൾ വീണ്ടും ചുഴലിക്കാറ്റും പ്രളയവും മറ്റും വരുന്നു. അതുപോലെ തന്നെ വിലക്കയറ്റം വരുന്നു.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഭാഗത്തെ ചില പ്രവർത്തികൾ തന്നെയാണ് പ്രകൃതി പോലും തിരിച്ചടിച്ചതെന്നുള്ള ആ ഒരു പ്രസ്താവനയിൽ തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെയാണ് ട്രംപിന് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിക്കാത്തത്. ട്രംപ് ഇപ്പോൾ ഈ ഒരു വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, മുട്ടയുടെ അധികമായിട്ടുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സഹായം നേടിയിട്ടുണ്ടായിരുന്നു. അതായത് അവിടുന്ന് കുറച്ച് മുട്ടയുടെ കയറ്റുമതിക്ക് വേണ്ടിയിട്ട് അവരെയൊക്കെ സമീപിച്ചപ്പോൾ അവരൊന്നും തന്നെ വിസമ്മതിക്കുന്ന രീതിയിലായിരുന്നു അവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം UK-യിലാണെങ്കിൽ നല്ല രീതിയിൽ മുട്ട കച്ചവടമുണ്ട്. അതായത് അവിടെ നല്ല രീതിയിൽ ഒരുപാട് ഫാമുകളുമുണ്ട്. അവിടെ ഇതുപോലെ മുട്ടയുടെ നല്ല രീതിയിലൊരു പ്രസരമുണ്ട്, അത് പ്രസരമാണ് അവിടെ. പക്ഷേ അവർ പോലും വിസമ്മതിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു കനേഡിയൻ പ്രധാനമന്ത്രിയോട് പോയി ചോദിച്ചപ്പോൾ പോലും അവിടെ നിന്നും നൽകാൻ കഴിയില്ല എന്നൊരു രീതിയിലായിരുന്നു ട്രംപിന് കിട്ടിയിട്ടുള്ള മറുപടി. ആ ഒരു മറുപടി കിട്ടണമെങ്കിൽ ട്രംപ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തികളൊന്നും തന്നെ മറ്റു രാജ്യക്കാർക്കോ ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കണം, അതിൻ്റെ ഒരു തിരിച്ചടി ആയിരിക്കണം. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കുന്നത്. അതെ. അപ്പോൾ എന്തായാലും മുട്ടയുടെ വില കുറയട്ടെ എന്ന് നമുക്ക് നോക്കാം. കുറയോ നമുക്കറിയില്ല, എന്നാലും കുറേ അധികവും ഇപ്പോൾ താരിഫ് വർധനവുണ്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും. താരിഫ് വർധനവ് എന്നുള്ളത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഒരു സംസാരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയുടെ വിലയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.